ബാലതാരമായി സിനിമയിലെത്തിയ നടനാണ് കമലഹാസൻ. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ താരം തൻ്റെ കരിയറിൽ ചെയ്യാത്ത വേഷങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 64 വർഷത്തെ കരിയറിൽ 230-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച കമലഹാസൻ കൈവയ്ക്കാത്ത മേഖലകളും ഇല്ല എന്ന് നമുക്ക് പറയാം. സിനിമയിലൂടെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളും താരം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഇതിഹാസ നടൻ കമലഹാസനും സംവിധായകൻ ശങ്കറും ഒരിക്കൽ കൂടി കൈകോർക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ 2. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ജൂലൈ 12-നാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ശങ്കറിന്റെ തന്നെ സംവിധാനത്തിൽ 1996-ൽ റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമയുടെ തുടർച്ചയാണ് ഇന്ത്യൻ 2. ഒന്നാം ഭാഗത്തിന്റെ അപൂർവമായ വിജയം പുതിയ ചിത്രവും ആവർത്തിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ പ്രേക്ഷകരിൽ വലിയ കോലിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ഭാഗം പുറത്തിറങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം മൂന്നാം ഭാഗമായ ഇന്ത്യൻ 3യും പുറത്തിറക്കാനാണ് നിർമ്മാതാക്കളുടെ പദ്ധതി. കമലഹാസൻ വീണ്ടും ഇന്ത്യൻ 2 സിനിമയുമായി എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശങ്കർ കമലഹാസൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സ്വീക്കൽ ഇന്ത്യൻ 2 റിലീസിന് 3 ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഒന്നിലധികം ഭാഷകളിൽ റിലീസിന് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. ഭാരതീയട് 2 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം 24 കോടി രൂപയാണ് വിറ്റുപോയത്. 200 കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുതൽ മുടക്ക്. സിനിമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. രണ്ടാം ഭാഗത്തിന്റെ റിലീസിന് ശേഷം വൈകാതെ തന്നെ മൂന്നാം ഭാഗവും റിലീസ് ചെയ്യുമെന്നാണ് സംവിധായകൻ അറിയിച്ചിരിക്കുന്നത്. കാജൽ അഗർവാളാണ് ഇന്ത്യൻ 2-ലെ നായികയായി എത്തുന്നത്. 2-3 ഭാഗങ്ങളായി കമലഹാസനെ 12 ഗെറ്റപ്പുകളിൽ കാണാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 7 ഗെറ്റപ്പുകൾ ഇന്ത്യൻ 2-ലും 5 ഗെറ്റപ്പുകൾ ഇന്ത്യൻ 3-ലുമായിരിക്കും ഉണ്ടാവുക എന്നതും സൂചനയാണ്. സിദ്ധാർത്ഥ്, എസ് കെ സൂര്യ, വിവേക്, സക്കീർ ഹുസൈൻ, ജയപ്രകാശ്, സമുദ്രകനി തുടങ്ങി നിരവധി പേർ സിനിമയുടെ ഭാഗമാണ്. അനിരുദ്ധാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. എന്നിരുന്നാലും ജൂലൈ 12-ന് ഇന്ത്യൻ 2 തിയേറ്ററുകളിൽ എത്തുകയാണ്.